ഹായ് ഓൾ +1 സോളജിയിലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്ററിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയ പോർഷനാണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ടോപ്പിക് ടിഷ്യൂസ്. 4 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാണത്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. 2 ടൈപ്പ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. Simple epithelium is composed of single layer of cells. It functions as lining for body cavities, ducts and tubes. Simple epithelium ഒരു ലെയർ സെല്ലാണ് കാണാം. ബോഡി കാവിറ്റീസ്, ഡക്റ്റ് ഓർ ട്യൂബ് ഇതിൻ്റെയൊക്കെ അകത്ത് ലൈനിങ് പോലെ കാണുന്ന ടിഷ്യൂ ആണ് സിമ്പിൾ എപ്പിത്തീലിയം. Now let us see which are the different types of simple epithelium. They are squamous epithelium, cuboidal epithelium, columnar epithelium. First type of simple epithelium is squamous epithelium. Okay, observe the figure. You can see the figure of squamous epithelium. And what is its peculiarity? Single, thin, flat cells with irregular boundaries. Single layer ആണ്, thin and flat cells ആണ്. Figure നോക്കിയാൽ മനസ്സിലാക്കാം. സെൽസിൻ്റെ ബൗണ്ടറീസ് ഒക്കെ irregular ആണ്. It's not regular. And where is the location of squamous epithelium? It is seen in walls of blood vessels and air sacs of lungs. Blood vesselinde വാളിൻ്റെ അകത്തും ലങ്സിൻ്റെ ആൽവിയോളായി ഓർ എയർ സാക്കിൻ്റെ അകത്തും കാണുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ഫങ്ഷൻ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം ഈസ് ഇറ്റ് ഫോംസ് ഡിഫ്യൂഷൻ ബൗണ്ടറി. ഒരു മോളിക്യൂൾ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. ബ്ലഡ് വെസലിലെ കൂടെ സബ്സ്റ്റൻസസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഈ സബ്സ്റ്റൻസസ് സെൽ ഓർ ടിഷ്യൂവിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ടിഷ്യൂ ആണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അതേപോലെ തന്നെ ആൽവിയോളയിൽ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത ഓക്സിജൻ ബോഡിക്ക് കൊടുത്ത് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാങ്ങുന്നത് ആൽവിയോളയിൽ വെച്ചാണ്. സോ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷന് വേണ്ടി സഹായിക്കുന്ന ടിഷ്യൂ ആണ് സ്ക്വാമസ് എപ്പിത്തീലിയം. സെക്കൻഡ് ടൈപ്പ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. And what is its peculiarity? Observe the figure. It is formed of single cube-like cells. ക്യൂബ് പോലുള്ള സെൽസ് കൊണ്ടാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ലൊക്കേഷൻ ഓഫ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഈസ് ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ്, ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. ഗ്ലാൻഡിൻ്റെ അകത്ത് കാണുന്ന ടിഷ്യൂ, അതേപോലെ തന്നെ കിഡ്നിയിൽ കാണുന്ന നെഫ്രോൺസിൻ്റെ ട്യൂബുലാർ പാർട്ടിൽ കാണുന്ന ടിഷ്യൂ ഏത് ടിഷ്യൂ ആണ്? That is cuboidal epithelium. Function of cuboidal epithelium is secretion and absorption. Cuboidal epithelium secretion and absorption പ്രോസസ്സിനെ സഹായിക്കുന്നു. ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ ആണ് ഹോർമോൺ സെക്രീഷൻ ഓർ ഹോർമോൺ പ്രൊഡക്ഷൻ. ഇതിന് സഹായിക്കുന്ന ടിഷ്യൂ ആണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. കിഡ്നിക്കകത്ത് മില്യൺസ് ഓഫ് നെഫ്രോൺസ് കാണാം. യൂറിൻ ഫോർമേഷനെ സഹായിക്കുന്നത് നെഫ്രോൺസ് ആണ്. സോ നെഫ്രോൺസിൻ്റെ ട്യൂബുലാർ പാർട്ടിൽ കാണുന്ന ടിഷ്യൂ ആണ് cuboidal epithelium, which helps in absorption process. And third type of simple epithelium is columnar epithelium. Observe the figure. What are its peculiarities? Single layer of cell, tall and slender cells. Nuclei is seen at the base. നീളത്തിലുള്ള വളരെ നേർത്ത സെല്ലുകൾ കൊണ്ടാണ് കോളംനാർ എപ്പിത്തീലിയം ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബേസിൽ ന്യൂക്ലിയൈ കാണാം. ഇറ്റ് ഈസ് സീൻ ആസ് ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ലൈനിങ് ഓഫ് ഇൻഡസ്റ്റൈൻ. സ്റ്റൊമക്കിൻ്റെ അകത്തും ഇൻഡസ്റ്റൈനിൻ്റെ അകത്തും ലൈനിങ് ആയി കാണുന്ന ടിഷ്യൂ ആണ് കോളംനാർ എപ്പിത്തീലിയം. സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ പ്രോസസ്സിന് സഹായിക്കുന്ന ടിഷ്യൂ ആണ് കോളംനാർ എപ്പിത്തീലിയം. സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ അകത്ത് വെച്ച് സെക്രീഷൻ ആൻഡ് ഫുഡ് അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ വിച്ച് ടിഷ്യൂ ഈസ് ഹെൽപ്പിംഗ് ഫോർ ദീസ് പ്രോസസ്? കോളംനാർ എപ്പിത്തീലിയം, വിച്ച് ഈസ് സീൻ ഇൻസൈഡ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ഓരോ ടിഷ്യൂസിൻ്റെ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എ സ്ക്വാമസ് എപ്പിത്തീലിയം, ബി ക്യൂബോയിഡൽ എപ്പിത്തീലിയം, സി കോളംനാർ എപ്പിത്തീലിയം ആൻഡ് ഡി കോളംനാർ സെൽസ് ബിയറിംഗ് സീലിയ. കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെ മേലെ സീലിയ വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. സോ ദർ ആർ ജംഗ്ഷൻസ് ബിറ്റ്വീൻ സെൽസ് കോൾഡ് സെൽ ജംഗ്ഷൻസ്. സോ ദർ ആർ 3 മേജർ ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻസ്. ദേ ആർ ടൈറ്റ് ജംഗ്ഷൻ, അഡറിംഗ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. 3 ടൈപ്പ് സെൽ ജംഗ്ഷൻസ് ആണ്: ടൈറ്റ് ജംഗ്ഷൻ, അഡഹറിംഗ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ ഹെൽപ്സ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. സബ്സ്റ്റൻസസ് ലീക്ക് ചെയ്യുന്നത് തടയുന്നത്
ടൈറ്റ് ജംഗ്ഷൻസ് ആണ്. അഡറിംഗ് ജംഗ്ഷൻ പെർഫോം സിമെൻറ്റിംഗ് ടു കീപ് നെയ്ബറിംഗ് സെൽസ് ടുഗെദർ. ഒരു സിമൻറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ജംഗ്ഷനാണ് അഡറിംഗ് ജംഗ്ഷൻ. നെയ്ബറിംഗ് ആയ രണ്ട് സെൽസിനെ ഒന്നിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അഡറിംഗ് ജംഗ്ഷനാണ്. ഗ്യാപ്പ് ജംഗ്ഷൻ ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സൈറ്റോപ്ലാസം ഓഫ് ദ അഡ്ജസൻറ്റ് സെൽ. അടുത്തടുത്തുള്ള രണ്ട് സെൽസിൻ്റെ സൈറ്റോപ്ലാസം തമ്മിലുള്ള കണക്ഷനാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് അയോൺസ്, സ്മോൾ ആൻഡ് ബിഗ് മോളിക്കിൾസ് എക്സെട്ര. അയോൺസ് ആൻഡ് മോളിക്കിൾസിന് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ഗ്യാപ്പ് ജംഗ്ഷനാണ്. നെക്സ്റ്റ് ടിഷ്യൂ ഈസ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂസിനെ ഡിഫറെൻറ്റ് ടൈപ്സായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈപ്സ് ഓർ എക്സാമ്പിൾസ് ആണ് ഏരിയോളാർ ടിഷ്യൂ, എഡിപ്പോസ് ടിഷ്യൂ, ടെൻഡൺസ് ആൻഡ് ലിഗമെൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഏരിയോളാർ ടിഷ്യൂ. ഫീച്ചേഴ്സ്: പ്രസൻറ്റ് ബിനീത്ത് ദ സ്കിൻ, ഫങ്ഷൻസ് ആസ് സപ്പോർട്ട് ഫോർ എപ്പിത്തീലിയം. സ്കിന്നിൻ്റെ താഴെ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏരിയോളാർ ടിഷ്യൂ. സ്കിൻ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് അല്ലേ. സോ സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഏരിയോളാർ ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ. ദാറ്റ് ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂസിന് സപ്പോർട്ടായി വർക്ക് ചെയ്യുന്നത് ഏരിയോളാർ ടിഷ്യൂസ് ആണ്. അഡിപ്പോസ് ടിഷ്യൂ. പ്രസൻറ്റ് ബിനീത്ത് ദ സ്കിൻ, ഹെൽപ്സ് ഇൻ സ്റ്റോറേജ് ഓഫ് ഫാറ്റ്. സ്കിന്നിൻ്റെ താഴെയാണ് അഡിപ്പോസ് ടിഷ്യൂസിൻ്റെ ലൊക്കേഷൻ. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് അഡിപ്പോസ് ടിഷ്യൂസിലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എക്സസ് ന്യൂട്രിയൻസ് ഒക്കെ ഫാറ്റായി കൺവേർട്ട് ചെയ്ത് അഡിപ്പോസ് ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യപ്പെടും. ടെൻഡൺസ് അറ്റാച്ച് മസിൽ ടു ബോൺ. മസിൽസിനെ ബോണുമായി കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻസ്. ലിഗമെൻറ്റ്സ് അറ്റാച്ച് ബോൺ ടു ബോൺ. രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെൻറ്റ്സ്. ഈ രണ്ട് ഫിഗറും നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് വൺ ഏരിയോളാർ ടിഷ്യൂ, സെക്കൻഡ് വൺ അഡിപ്പോസ് ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂസിൽ കാണുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് മാക്രോഫേജസ്, ഫൈബ്രോബ്ലാസ്റ്റ്, കൊളാജൻ ഫൈബേഴ്സ്. അഡിപ്പോസ് ടിഷ്യൂസിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ഏരിയ കാണാം, ഫാറ്റ് സ്റ്റോറേജ് ഏരിയ, ന്യൂക്ലിയസ് കാണാം ആൻഡ് പ്ലാസ്മ മെംബ്രെയിന് കൂടി കാണാം. സോ ഈ രണ്ട് ഫിഗറും നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഈസ് മസ്കുലാർ ടിഷ്യൂ ഓർ മസിൽസ്. ദർ ആർ 3 types ഓഫ് മസിൽസ്. 3 ടൈപ്പ് മസിൽസ് ഉണ്ട്. സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. ഈ 3 ടിഷ്യൂസും കമ്പയർ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് വൺ, സ്കെലറ്റൽ മസിൽ. സീൻ അറ്റാച്ച്ഡ് ടു സ്കെലട്ടൺ. സ്കെലട്ടൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിലാണ് സ്കെലറ്റൽ മസിൽ. സ്ട്രൈഷൻസ് പ്രസൻറ്റ്. സ്ട്രൈറ്റഡ് മസിലാണ്. ദാറ്റ് ഈസ് മസിൽസിൻ്റെ മേലെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ലൈൻസ് ഓർ സ്ട്രയേഷൻസ് കാണാം. സ്കെലറ്റൽ മസിലിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ദേ ആർ സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്. വോളണ്ടറി മസിൽസ് ആണ്. സ്കെലറ്റൽ മസിൽസ് വോളണ്ടറി മസിൽസ് ആണ്. വോളണ്ടറി മീൻസ് വി ക്യാൻ മൂവ് അക്കോർഡിംഗ് ടു അവർ വിൽ. നമുക്ക് തന്നെ മൂവ് ചെയ്യാൻ സാധിക്കുന്ന മസിലാണ് സ്കെലറ്റൽ മസിൽ. നെക്സ്റ്റ് വൺ, സ്മൂത്ത് മസിൽ. സീൻ ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ്. ഇൻറ്റേർണൽ ഓർഗൻസിൽ കാണുന്ന മസിലാണ് സ്മൂത്ത് മസിൽ. സ്ട്രയേഷൻസ് ആബ്സെൻറ്റ്. സ്ട്രയേഷൻസ് ആബ്സെൻ്റ് ആണ്. ഒബ്സർവ് ദ ഫിഗർ. ഡാർക്ക് ആൻഡ് ലൈറ്റ് ലൈൻസ് ആബ്സെൻ്റ് ആണ്. ഫ്യൂസിഫോം ഷേപ്പ്. സ്മൂത്ത് മസിലിൻ്റെ ഷേപ്പ് ഫ്യൂസിഫോം ഷേപ്പാണ്. ദാറ്റ് ഈസ് രണ്ടറ്റവും കൂർത്ത് കാണാം. ഇൻവോളണ്ടറി മസിലാണ്. ദാറ്റ് ഈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത മസിലാണ് സ്മൂത്ത് മസിൽ. തേർഡ് ടൈപ്പ്, കാർഡിയാക് മസിൽ. സീൻ ഓൺലി ഇൻ ഹാർട്ട്. ഹാർട്ടിൽ മാത്രം കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. സ്ട്രയേഷൻസ് പ്രസൻറ്റ്. സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. കാർഡിയാക് മസിൽ സ്ട്രൈറ്റഡ് മസിലാണ്. സിലിണ്ട്രിക്കൽ ആൻഡ് ബ്രാഞ്ചഡ്. സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഇവിടെ ബ്രാഞ്ചസ് കൂടി കാണാം. ഇൻവോളണ്ടറി മസിലാണ്. ദാറ്റ് ഈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത മസിൽസാണ് കാർഡിയാക് മസിൽ. Now observe these figures. Muscle tissue, first one is skeletal or striated muscle, second one is smooth muscle and third one cardiac muscle. ഈ 3 ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഫോർത്ത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഈസ് ന്യൂറൽ ടിഷ്യൂ. ടിഷ്യൂ ദാറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ബോഡി. നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റം ആണ്, ന്യൂറൽ ടിഷ്യൂ ആണ്. കൺസിസ്റ്റ് ഓഫ് എക്സൈറ്റബിൾ സെൽസ് കോൾഡ് ന്യൂറോൺസ്. ന്യൂറൽ ടിഷ്യൂസിൽ കാണുന്ന സെൽസ് ആണ് ന്യൂറോൺ. ന്യൂറോഗ്ലിയ, അസോസിയേറ്റഡ് സെൽസ് ഓഫ് ന്യൂറോൺ ദാറ്റ് പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺ. ന്യൂറോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സെൽസ് ആണ് ന്യൂറോഗ്ലിയൽ സെൽസ്. നോട്ട് ദിസ് ഫിഗർ ടു. ഈ ഫിഗർ കൂടി നോട്ട് ചെയ്ത് വെക്കുക. ന്യൂറൽ ടിഷ്യൂ, ന്യൂറോൺ വിത്ത് ന്യൂറോഗ്ലിയ. ഓക്കെ. മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വിച്ച് ആർ ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്? ഒബ്സർവ് ദ ഫിഗർ. ഓൾ ദീസ് ആർ ഡിഫറെൻറ്റ് മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. ഏതൊക്കെയാണ്? ലേബ്രം. ലേബ്രം മീൻസ് അപ്പർ ലിപ്പ്. ഓക്കെ. എ പെയർ ഓഫ് മാൻഡിബിൾ. ഒബ്സർവ് ദ ഫിഗർ. യു ക്യാൻ സീ ദർ പെയർ ഓഫ് മാൻഡിബിൾ. എ പെയർ ഓഫ് മാക്സില. യു ക്യാൻ സീ പെയർ ഓഫ് മാക്സില. ലേബിയം. ലേബിയം മീൻസ് ലോവർ ലിപ്പ്.
Okay, observe the figure. And hypopharynx, which functions like a tongue. Tongue pole function ചെയ്യുന്ന hypopharynx. So these are the mouth parts of cockroach. Which are they? Labrum. Labrum is called upper lip. A pair of mandibles. Mandibles in a function എന്താണ്? Grinding region അല്ലെങ്കിൽ incising region. ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാനോ ഇൻസൈസ് ചെയ്യാൻ, ഇൻസൈസ് മീൻസ് കട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റീജിയൻ ആണ് മാൻഡിബിൾ. എ പെയർ ഓഫ് മാക്സില, ലേബിയം മീൻസ് ലോവർ ലിപ്പ്, ആൻഡ് ഹൈപ്പോഫാരിങ്സ് ഇറ്റ് ഫങ്ഷൻസ് ആസ് ടങ്. സോ ദീസ് ആർ ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്സ് ആണ് എലിമെൻ്ററി കനാൽ ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. Elementary canal, it is divided into 3 regions. Elementary canal 3 regions ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Which are the 3 regions? They are foregut, midgut and hindgut. ഫസ്റ്റ് കാണുന്ന പാർട്സ് ആണ് foregut, മിഡിലായി കാണുന്ന പാർട്സ് midgut, അതിനുശേഷം കാണുന്ന പാർട്സ് ആണ് hindgut. Then which are the parts of foregut? Foregutൽ കാണുന്ന പാർട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മൗത്ത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു മൗത്ത് പാർട്സ് ആൻഡ് ഓൾ. സോ ഫോർഗട്ട് അല്ലെങ്കിൽ അലിമെൻ്ററി കനാലിൻ്റെ ആദ്യത്തെ ഭാഗം മൗത്താണ്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ലീഡ്സ് ടു എ സ്ട്രക്ചർ കോൾഡ് ഫാരിങ്സ്. ഒബ്സർവ് ദ ഫിഗർ, യു ക്യാൻ സീ ഫാരിങ്സ്. മൗത്തിന് ശേഷം കാണുന്ന പാർട്ടാണ് ഫാരിങ്സ്. ആഫ്റ്റർ ദാറ്റ് ദർ ഈസ് എ ട്യൂബുലാർ സ്ട്രക്ചർ കോൾഡ് ഈസോഫാഗസ്. അതിന് ശേഷം കാണുന്ന പാർട്ടാണ് ഈസോഫാഗസ്. നെക്സ്റ്റ് ടു ഈസോഫാഗസ് ദർ ഈസ് എ സ്ട്രക്ചർ കോൾഡ് ക്രോപ്പ്. ഈസോഫാഗസിന് ശേഷം കാണുന്ന ബാഗ് പോലെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ക്രോപ്പ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? സ്റ്റോർ ഫുഡ്. ഫുഡ് സ്റ്റോറേജ് ആണ് ക്രോപ്പിൻ്റെ ഫങ്ഷൻ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നോട്ട് ദാറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ട് ആഫ്റ്റർ ക്രോപ്പ് യു ക്യാൻ സീ വൺ സ്ട്രക്ചർ ദെയർ കോൾഡ് gizzard, otherwise it is called proventriculus. Observe the figure, gizzard or proventriculus. എന്താണ് ഫങ്ഷൻ? ഗ്രൈൻഡ് ദ ഫുഡ് മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് gizzard or proventriculus. Inside the gizzard or proventriculus, it has an outer layer of circular muscles and thick inner cuticle forming 6 highly chitinous plates called teeth. gizzard or proventriculusൻ്റെ അകത്തായി ഔട്ടർ ലെയർ സർക്കുലാർ മസിൽസ് കാണാം, ഇന്നർ ക്യൂട്ടിക്കിളും കാണാം. ഇവ ടീത്തായി ഫങ്ഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് gizzard or proventriculusൻ്റെ അകത്തായി കൈറ്റിൻ കൊണ്ട് ഫോം ചെയ്ത ടീത്ത് കാണാം. ഈ ടീത്താണ് ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് gizzard? ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ദ ഫുഡ് പാർട്ടിക്കിൾസ്. അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട് there is a structure called hepatic CK or gastric CK. ഫോർഗട്ടിൻ്റെയും മിഡ്ഗട്ടിൻ്റെയും ജംഗ്ഷനിലായി കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഹെപ്പാറ്റിക് CK or gastric CK. Observe the figure. And what is its function? It secretes digestive juice. So digestive juice helps in digestion. Digestion പ്രോസസ്സിനെ സഹായിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പാർട്ടാണ്? ഹെപ്പാറ്റിക് CK or gastric CK. And where is its location? At the junction of foregut and midgut. At the junction of midgut and hindgut. മിഡ്ഗട്ടിൻ്റെയും ഹൈൻഗട്ടിൻ്റെയും ജംഗ്ഷനിലായി കാണുന്ന ഒരു സ്ട്രക്ചറാണ് മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. ഒബ്സർവ് ദ ഫിഗർ, മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷന് സഹായിക്കുന്ന ഓർഗൻസ് ആണ്, സ്ട്രക്ചേഴ്സ് ആണ് മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. യെല്ലോ കളേർഡ് തിൻ ഫിലമെൻ്റസ് സ്ട്രക്ചേഴ്സ്. യെല്ലോ കളറിൽ കാണുന്ന തിന്നായിട്ട് കാണുന്ന ഫിലമെൻ്റ് പോലെ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. നെക്സ്റ്റ് പാർട്സ് സീൻ ഇൻ ഹൈൻഗട്ട്. ഹൈൻഗട്ടിൽ കാണുന്ന പാർട്സ് വിച്ച് ആർ ദേ? ഇലിയം, കോളോൺ ആൻഡ് റെക്റ്റം. യു ക്യാൻ സീ ദർ ഇലിയം, കോളോൺ ആൻഡ് റെക്റ്റം. റെക്റ്റം ഫൈനലി ഓപ്പൺസ് ഔട്ട് ത്രൂ ആനസ്. Nervous system of cockroach. Compound eyes of cockroach. Each eye consists of about 2000 hexagonal ommatidia. Compound eyesൽ കാണുന്ന ഹെക്സഗണലായി കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഒമാറ്റിഡിയ. So how many ommatidia are there? Around 2000 ommatidia. With the help of several ommatidia, a cockroach can receive several images of an object. This kind of vision is known as mosaic vision. ദാറ്റ് ഈസ് അറൗണ്ട് 2000 ഒമാറ്റിഡിയൻ്റെ സഹായത്തോടു കൂടി കോക്രോച്ചിന് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ലഭിക്കും. ഇങ്ങനെയുള്ള വിഷനെയാണ് മൊസൈക്ക് വിഷൻ എന്ന് പറയുന്നത്.
സോ ഈ വിഷൻ നൈറ്റ് ടൈമിലാണ് കോമൺ ആയിട്ട് കാണുന്നത് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് നൊക്ടേണൽ വിഷൻ. നൊക്ടേണൽ മീൻസ് ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ് ടൈം. ഓക്കെ, so the type of vision in cockroach is mosaic vision and also nocturnal vision.